ഹലോ, ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവാണ്. രാവിലെ ആയതുകൊണ്ടാണ് ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്നത്. പറയുക പതുക്കെ എല്ലാവരും പോയി തുടങ്ങുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. പതുക്കെ ഇവിടുത്തെ സൈഡിലുള്ള ഷോപ്സൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. MRTക്കാണ് ഞാൻ പോകുന്നത്. അപ്പം ട്രെയിൻ എടുക്കാൻ പോകുന്ന ആ ഒരു വഴിയാണിത്. അന്നേരം ഇവിടെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്, എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. രാത്രി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ഓഫീസ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നൊരു സമയമായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. എന്നാലും ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. രാവിലെ ആണെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും ഓഫീസിൽ പോകണമല്ലോ, അങ്ങനെയൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുത്ത് ഞാനങ്ങനെ ഡ്യൂട്ടിക്ക് പോവും. എല്ലാം പതുക്കെ എല്ലാ ഷോപ്സും ഒക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അതേ ഇവിടെ ചിക്കനൊക്കെ റോസ്റ്റൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇത് ആണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് വൈകിട്ടാകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആവും. അങ്ങനെ ഞാൻ ടാപ്പൊക്കെ ചെയ്ത് ട്രെയിൻ എടുക്കാൻ പോവുകയാണ്. അപ്പം അത് എന്താ പറയുക, ഇങ്ങനെ പുഗീസിന്നാണ് ഞാൻ കയറുന്നത്. അപ്പം ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞാൻ പുഗീസിന്ന് ലിഷിന്യ എന്ന് പറയുന്നത് സ്ഥലത്ത് ഇറങ്ങിയിട്ട് ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിഷിന്യ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു എന്താ പറയുക, ഒരു ഇന്ത്യയിൽ പോയൊരു ഫീൽ നമുക്ക് തോന്നും. ആ ഒരു ഏരിയയൊക്കെ അവിടെ നമ്മുടെ നാടൻ ഓൾമോസ്റ്റ് എല്ലാ നാടൻ സാധനങ്ങളും കിട്ടും. നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൻ്റെ ഒരു കടകളൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കടകളും പിന്നെ ചന്തകളുണ്ട്. ചന്തയെന്ന് പറയുമ്പോൾ മീനിൻ്റെ ഉണ്ട്, എന്താ പറയുക, എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. ഇവിടെയും ഈ മാർക്കറ്റിലാണേലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലക്കാരുടെയും സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ നാടൻ സാധനങ്ങളുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും നമുക്ക് നമ്മുടെ എല്ലാം ഓൾമോസ്റ്റ് സാധനങ്ങളും ഇവിടെ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് ഞാനിനിയും അടുത്ത MRT എടുത്ത് ഞാൻ ഹൗഗാങ്ങിലോട്ട് പോവാണ്. അങ്ങനെ ഞാൻ ട്രെയിനൊക്കെ കയറി ഹൗഗാങ്ങിലെത്തി. പതുക്കെ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ എന്താ പറയുക, എൻ്റെ വീടിൻ്റെ അവിടെ എത്തി. ഞാനിങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ ചിന്തിക്കും, എന്തായിരിക്കും മമ്മി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് 2 ഓഫുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാത്തിനും ഒരു പ്രത്യേക സൗന്ദര്യം തോന്നും. പ്രകൃതിക്കും എല്ലാത്തിനും നമുക്ക് ഒരു സന്തോഷം കൊണ്ട് എന്താ പറയുക, എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഞാൻ നോക്കിയപ്പോൾ ഒരു സൈഡിൽ സൂര്യൻ, ഒരു സൈഡിൽ ഭയങ്കര ക്ലൗഡി ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഒരു പാട്ട് പിന്നെ ലിഫ്റ്റ് കാണുമ്പോൾ അതിലും ഭയങ്കര സന്തോഷമാണ്. വീടെത്തിയല്ലോ എന്നൊരു സന്തോഷം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേ ഇന്നലെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. ഇന്നലെ വൈകിട്ട് തന്നെ റിസൾട്ട് വന്നു. അപ്പം 5 വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുക, ഇവിടെ ഇലക്ഷൻ നടക്കുമായിരുന്നു. MBAയുടെ ഇലക്ഷനായിരുന്നു. അപ്പം സെലക്റ്റായിട്ട് താങ്ക്സ് ഒക്കെ പറയാൻ രാവിലെ തന്നെ വന്നു. ഈ MBയുടെ പേര് താനെന്നാണ്. അപ്പം പുള്ളിക്ക് ഞാനൊരു ടാറ്റയൊക്കെ കൊടുത്ത് കിടന്നങ്ങ് ഉറങ്ങി. ടാറ്റ, ബൈ ബൈ, സീ യു.